ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്ത് പറയണം ഏത് പറയണം എന്നൊന്നും അറിയില്ല. ദൈവത്തിന്റെ സ്വന്തം പോരാളികൾക്ക് എന്നും തോറ്റുമടങ്ങാനാണോ വിധി എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങളായിരിക്കും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കടന്നു പോകുന്ന ഈ നിമിഷങ്ങൾ. അതെ, ആദ്യ നിമിഷങ്ങളിൽ ആ മിന്നലാട്ടങ്ങൾ കണ്ടപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. കൂടാതെ ആ യുവകരുത്തിന്റെ ഹീറോയിസോ. എന്തായിരുന്നു സംഭവിച്ചത്? മുംബൈ സിറ്റിക്കെതിരെ ബാക്ക് ടു ബാക്ക് സ്വന്തം മൈതാനത്ത് സ്വന്തം ആരാധകർക്ക് മുന്നിൽ ആ അറബിക്കടലിന്റെ റാണിയെ സാക്ഷിയാക്കി 1-0 നമ്മൾ തോക്കുന്നു. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾ കീപ്പറിന്റെ സ്ഥാനത്ത് സച്ചിൻ സുരേഷിന് പകരം ആഷ് അൻവർ ഷെയ്ഖ്. അവിടെ തന്നെ അപായമണി മുഴങ്ങുന്നു എന്ന് പലരും പറഞ്ഞതാണ്. പിന്നീട് ഓമർ ഭ, വികാസ് യുംനാമ്, നവോച്ച സിംഗ്, സന്ദീപ് സിംഗ് നവോച്ചയൊക്കെ ബെസ്റ്റ് പെർഫോമൻസുകളിലൊന്നായിരുന്നു കേട്ടോ ഇന്നത്തെ. പിന്നെ അതേപോലെ റൗളിൻ ബോർജസ്, ഡാനിഷ് ഫറൂഖ്, നമ്മുടെ നിഹാൽ സുധീഷ്, മാർലോൺ റൂസ്, വിറ്റർ ബൊത്തേമിയോ തുടങ്ങിയ താരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ താരങ്ങളായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് കെറ്റാല തന്റെ കുട്ടികളെ മൈതാനത്തേക്ക് ഇട്ടത്. മറ്റൊരു ഭാഗത്ത് ബ്രാൻഡൻ ചാങ്തെ, ഹൊറേ ഫെറാഡേസ് എല്ലാം ഉണ്ടായിരുന്നു. ആദ്യ നിമിഷങ്ങളിൽ തന്നെ മുംബൈ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ കണ്ടത്. അതായത് മുന്നിലോട്ട് പോകാൻ തയ്യാറാകുന്നില്ല, പകരം മുന്നിലോട്ട് പോയി ഒരു അവസരം കിട്ടുമ്പോൾ അടിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ്. ഗുഡ് ജോബ് ബോയ്സ്, ഗുഡ് ജോബ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നലാട്ടങ്ങളായിരുന്നു ആദ്യ പകുതിയിൽ കടന്നുപോയത്. 26-ാം മിനിറ്റിൽ റഫറിയുടെ ഒരു ലേറ്റ് കോൾ വരുന്നു, കൊച്ചി സ്റ്റേഡിയത്തെ നിശബ്ദമാക്കിക്കൊണ്ട്. അതെ, പെനാൽറ്റി ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട്. അത് ഓർഹെ പെരാഡേസിനെ ഡാനിഷ് ഹോൾ ചെയ്തതിനാണ്. അത് അദ്ദേഹം തന്നെ എടുക്കാൻ വരുന്നു. ഓർഹെ പെരാഡേസിന് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലുള്ളതാണ്. അപ്പൊ അദ്ദേഹം തന്നെ എടുക്കാൻ വരുന്നു. ഇത് ഗോൾ കീപ്പിങ്ങിൽ നിൽക്കുന്ന വ്യക്തിയെ നോക്കി ആരാധക ജനലക്ഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇത് ഗോൾ. എന്നാൽ ഹൃദയം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത് ഗോളാവില്ല എന്ന്. അതെ, അങ്ങനെ റഫറിയുടെ വിസിൽ വരുന്നു. കൊമ്പന്റെ ആരാച്ചാരൻ ഓർഹെ പെരാഡേസ് ഷോട്ട് ഉതിർക്കുന്നു. മുറിവേറ്റ കൊമ്പന് അതും കൂടെ വന്നാൽ, ആ പ്രഹരവും കൂടെ വന്നാൽ അത് താങ്ങുന്നതിലും അപ്പുറമാണ്. ആഷ് അൻവർ ഷെയ്ഖ് അത് തടുത്തിടുന്നു. വൈ ആഷ് എന്ന് ചോദിച്ചവരെ കൊണ്ട് വൈ നോട്ട് ആഷ് എന്ന് ചോദിച്ച മുതലാണ് അവൻ. 26-ാം മിനിറ്റിൽ അവന്റെ സേവ്. അങ്ങനെ കളി ഇങ്ങനെ പുരോഗമിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ചെറുതായിട്ട് വലിഞ്ഞു തുടങ്ങുന്നു എന്ന് ചിന്തിക്കുന്നു. മിന്നലാട്ടങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ 5 ഷോട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തത്. കഴിഞ്ഞ കളിയെ വെച്ച് ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. എന്തുകൊണ്ട് സന്ദീപ് നവോച്ചയെ കലക്കിയെന്ന് തന്നെ പറയണം. പിന്നെ രണ്ടാം പകുതി ആരംഭിക്കുന്നു. നമ്മുടെ കെവിൻ യോക്ക്, ബിപിൻ മോഹനൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ മൈതാനത്തേക്ക് വരുന്നു. എന്നാൽ ആദ്യ പകുതിയുടെ തനിയാവർത്തനം ആഗ്രഹിച്ചു വന്ന ആരാധകർക്ക് തെറ്റി. അത് അങ്ങേയറ്റത്തെ ഒരു ഡിസാസ്റ്ററിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ തട്ടിത്തെറിച്ചു വന്ന ബോള് മികച്ചൊരു അവസരം നോക്കി നിന്ന ചാങ്തയിലേക്ക് അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ മത്സരം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ടീമിന്റെ ഒരു ഹെഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസാന നിമിഷങ്ങളിൽ. അങ്ങനെ ആക്രമിച്ച് ടീം മുന്നോട്ട് പോവുകയും ആ ഫൈനൽ വിസിലെത്തുന്നു. 1-0 നമ്മൾ ബാക്ക് ടു ബാക്ക് ലോസ്. എന്ത് പറയണമെന്ന് അറിയില്ല ഗൈസ്. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കുറെ പ്രതിസന്ധികൾക്കിടയിൽ ഇങ്ങനെ പ്രതിസന്ധി.